ചിരിയും കുസൃതിയുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ഗുളുമോൾ. വെൽക്കം ദിയ കുട്ടി ഓൺ സ്റ്റേജ്. Who's this tribal girl? Me. Who's me? Yeah. എക്സൈറ്റ്മെന്റിലുള്ള കാല് വെക്കില്ല. എനിക്ക് തരാമോ അത്? എനിക്ക് വേണ്ട. ഇത് പാട്ടാ പാടുന്നത്. പൊന്നും തരിവള മിന്നും തരിവള. അത് തന്നെ പെർഫോമൻസ് ആണ് നമ്മുടെ. ഗുളു ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഗുളു ഭയങ്കര പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു പാട്ട് പാടാൻ, കണ്ണന്റെ പാട്ട് പാടാനായിട്ട് വന്നു. ഞാനും അനന്യയും പിന്നെ വൈഷ്ണവിയും പിന്നെ ദേവിക ചേച്ചി. ഓറഞ്ചും അതിലല്ലേ ഞാൻ നിറഞ്ഞ ഒരു ട്യൂൺ പറഞ്ഞപ്പോഴത്തേക്കാണ് നെറ്റിയിൽ ഗോപി കുരിയുണ്ടോ. അയ്യോ. അപ്പൊ അങ്ങനെ ആ ഗുളുമോളാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത് റെക്കോർഡിങ്ങിന് ഒരു ഒറ്റ ടേക്കിൽ അങ്ങ് പാടിക്കളഞ്ഞില്ലേ. അയ്യോ. അപ്പൊ ഗോപി കുറിയുണ്ട്, ഗോപി കുരിയുണ്ടോ. ഞാൻ പിന്നെ കുറിയാണ്, കുരിയല്ല. പിന്നെ നെറ്റി ഗോപി കുരിയുണ്ടോ. പക്ഷെ ഗുളു കുറി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഗുളു കുരി എന്ന് പറഞ്ഞാൽ മതി. അത് തന്നെ ഭയങ്കര 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 സ്വീറ്റ് ആണ് കേട്ടാ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇന്ന് എത്ര ബള നല്ല കുപ്പി ബള, അതാണോ പാട്ട്? അല്ല, പൊന്നും തരിവള മിന്നും തരിവള. അതാണ് ഞാൻ വിചാരിച്ചു. ബള നല്ല കുപ്പി വള വാങ്ങിത്തരും നാട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത് നന്നാക്കണം കേട്ടോ. കൂടെ ഡാൻസേഴ്സ് എന്തെങ്കിലും പിള്ളേരുടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ പിടിക്ക് വേണം. എടി ഗുളു, ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും വേണ്ട, കുപ്പിവള ഇഷ്ടം. താങ്ക് യു. ഇവിടെ തരാം. ചക്കര നല്ല വെയിറ്റുണ്ട് ഈശ്വര ഈ സാധനം. ഞാനിത് എറിയാൻ പോയി. എനിക്ക് എന്തെങ്കിലും മാച്ചിങ് കുപ്പിവള, ചിപ്പിവള, വെള്ളിവള, സ്വർണ്ണവള. വള വേണോ വള.
അവള് തന്നെ പറഞ്ഞു. അയ്യോ എന്റെ അമ്മ ഭയങ്കര വീട്ടാട്ടോ. അല്ല അവള് തന്നെ പറഞ്ഞതല്ലേ എടുക്കണ്ട എടുക്കണ്ട പറഞ്ഞാലും കേൾക്കൂലെന്ന്. ഒരു പുറത്തൊരു കൊളുത്ത് വീണ പോലെ തോന്നുന്നു. നിക്കുമ്പോഴേ ഒരു ചരിവ് ഇങ്ങോട്ട് ചരിവ്. ചരിവ്. എന്നെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവര് ടപ്പക്കെന്ന് വീഴും. അങ്ങനെ പറ്റില്ല. അയ്യോ ടപ്പക്ക്. ഞാൻ എടുക്കുമല്ലോ പുഷ്പം പോലെ. പക്ഷെ അനൂസ് എല്ലാം എടുക്കുമ്പോഴേ അനൂസ് എടുക്കുമ്പോ. കാല് ഇവിടെ തൊടുവേ ഇല്ല. അനന്യ അനന്യ ഇവളെടുക്കുമ്പോ. പക്ഷെ എനിക്ക് അനന്യനെ ഈസിയായി എടുക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും അതൊരു വിരല് വെച്ച് മറ്റേ കണ്ണനുണ്ടല്ലോ മറ്റേ ഗോവർദ്ധന കൂടെ അതുപോലെ ഒരു വിരല് വെച്ചൊക്കെ. ഈസിലി എടുക്കാം. ആ പക്ഷെ എനിക്ക് മല ഇതെന്തോന്ന് തൂവല് അതാര് വെച്ചെന്ന്? അത് സെറ്റ്. സെറ്റ് എന്തൊക്കെ വളകളാണ് അല്ലേ? തരിവള, കുപ്പിവള, കരിവള, അതെന്തൊക്കെയായിരുന്നു പല്ലവി പാടിയത്? കരിവള തരിവള പിരിവള മണിവള കുപ്പിവള. എന്റെ അമ്മ. അയ്യ. പിരിവളയോ? പിരിവള. പിരിവള. ഇത് കേട്ടോ ഇത് പിരിയുന്ന വള. ഓ പിരിയുന്ന വള അല്ലേ? അത് ഈ പിരി ഇളകിയവർക്കുള്ള വളയാണ്. അതെ. ആ മീനുട്ടി ഒന്ന് എടുത്തോ. എനിക്ക് വേണ്ട. എനിക്ക് ഇളകിയിട്ടൊന്നുമില്ല. ആ ചേച്ചിക്ക് എടുത്തു. ചേച്ചി എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള അത് കറക്റ്റ് ആണ്. ആദ്യമേ വള വേണം വള വേണം എന്ന് അതെല്ലാം പറഞ്ഞത്. പിരിവളകൾ. എന്താ പിരിവള എല്ലാം ഉങ്ങൾക്ക് ചേർന്നത്. നോൺ വെജിറ്റേറിയൻ ഉള്ളതാണത്. അയ്യോ അനു ഉങ്ങൾക്ക് മട്ടും ഉങ്ങൾക്കാക വന്നത് എന്താ വളകൾ. ഇതെല്ലാം ചേച്ചി എടുത്തോ. പ്രത്യേകിച്ച് അവിടെ പിരിവള. ചേച്ചിക്ക് മനസ്സിലായില്ല. ഞാൻ കൊഞ്ചം തമിഴ് ചൊല്ലും. തമിഴ് சொல்லு. சொல்லு. ஐயோ கொஞ்சம் கொஞ்சம் தமிழ் சொல்லு ஏதாவது சொல்லடி. தமிழ் சொல்லு. അയ്യോ ஐயோ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. என்ன சொல்லுவ நீ? അത് സൊല്ല്. ഇപ്പൊ പറഞ്ഞത് സൊല്ല്. അനുരാധ ആന്റിയുടെ ജഡ്ജ്മെന്റ് ഒന്നും தெரியாது. അങ്ങനെ എന്തല്ലേ പറഞ്ഞേ? അങ്ങനെ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു. അല്ല അവര് சொன்னது வந்து അനുരാധ ആണ്ടിയോட ജഡ്ജ്മെന്റ് ഒന്നും ശരിയല്ല. അതാ അവർ சொன்னது. ശരിയില്ലെന്ന് പറഞ്ഞ அது சரியில்ல. അല്ല ശരിയല്ലെന്ന് ജഡ്ജ്മെന്റ് ഒന്ന് ചേർത്താ തെറ്റാണെന്ന്. അല്ല അയ്യോ അതറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. അറിയാതെ ജഡ്ജ്മെന്റ് എന്നുള്ളത് അവള് മോളെ അപ്പൊ ഇങ്ങനെ പറഞ്ഞാ മതി, അനുരാധ നീ ரொம்ப അഴകാ இருக்க. சொல்லாதே നീ ரொம்ப അഴകാ இருக்க. അത് മനസ്സിലായല്ലോ അല്ലേ? അർത്ഥം മനസ്സിലായി. പിന്നെ ഇത് ചോദിച്ചാ മതി. അനുരാധ നീ സാപ്പിട്ടാച്ചാന്ന് ചോദിച്ചാ മതി. സാപ്പിട്ടാച്ചെന്ന് പറഞ്ഞു നീ അത് കഴിച്ചോ? ചോദിക്കും. അനുരാധ മാഡം നിങ്ങൾ വന്ന് സാപ്പിട്ടാച്ചാന്ന് ചോദിക്കും. അനുരാധ ആന്റി സാപ്പിട്ടാച്ച. നിറയെ സാപ്പിട്ടാച്ച്. മധ്യാഹ്നം നിറയെ சாப்பிட்டேன். അയ്യോ മധ്യാഹ്ന കന്നഡയല്ലേ? അല്ല മധ്യാഹ്നം is also Kannada, but മധ്യാഹ്നം is also Tamil. അനു നമ്മുടെ BA ചിദംബരനാഥ് സാർ പറയുന്നത് സാ പാടിനാൽ താൻ സാപ്പാട് കടക്കും. അതെ ശുദ്ധമാ പാടിന സാപ്പാട് എടുക്കും. ആമാ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ അല്ലെ? അപ്പൊ ആ ബ്യൂട്ടി പോലെയാണ് നമ്മുടെ കുഞ്ഞ്. അത്ഭുതമല്ലേ ഇങ്ങനെ പാടുന്നത് ചേട്ടാ? തരിവള കിരിവള കരികല കുപ്പിവള. ആദ്യത്തെ വള പിന്നെ ഒരു സെറ്റ് വള ഉണ്ടല്ലോ, അതെന്താണ്? കല്ലുവള മുത്തുവള ശംഖുവള ശംഖുവള. പിന്നെ അടുത്ത സെറ്റ് വള ചിപ്പിവള വെള്ളിവള സ്വർണ്ണവള. ഓക്കെ, അവസാനത്തെ സെറ്റ് വള കരിവള. കരിവള തരിവള പിരിവള മണിവള കുപ്പിവള. അതാണ് വള. അതെ പാടുമ്പോ നിക്കുന്നുണ്ട്. ഏറിലാ നിക്കുന്നത്. അത് ഏറി നിൽക്കും. ആ നോട്ട് ഏറാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ആ താളം കണ്ടില്ലേ? വൺ അത് കൈയൊക്കെ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പൊന്നും തരിവള മിന്നും തരിവള കന്നി പെണ്ണിൻ മനസ്സിനൊക്കും പിരിവള. പൊന്നും തരിവള മിന്നും തരിവള കന്നി പെണ്ണിൻ മനസ്സിനൊക്കും പിരിവള. കരിവള പെരുവള കെട്ടിപ്പല കുപ്പിവള. சூப்பர். சாந்தி எப்படி இருந்தது நம்மளோட இந்த குழந்தை? நம்மளோட குழந்தை கண்ணு അപൂർവ കുഴந்தை. ഷീ ഈസ് സോ ക്യൂട്ട്. അത് പാടുമ്പോൾ സത്യം പറഞ്ഞ എക്സ്പ്രഷൻസ് എന്റേതായിരുന്നു കൂടുതലും തോന്നുന്നു. ബിക്കോസ് യു കീപ് റിയാക്ടിങ്
അതെ കുപ്പിവെള്ളം എന്ന് പറഞ്ഞ് ഷീസ് ലൈക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. ഷീസ് സോ ക്യൂട്ട്. മോൾ അത് എനിക്ക് ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഈ ഡാൻസേഴ്സ് എല്ലാവരും കൂടെ വന്ന് പണ്ടത്തെ ഡാൻസിൽ ഞങ്ങൾക്ക് ഒരു ഫോക്ക് ഡാൻസ്, അപ്പൊ അതിൽ വഞ്ചി വന്താൾ, അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നു. ഞാനൊക്കെ എൻ്റെ അരങ്ങേറ്റമൊക്കെ ചെയ്ത സമയത്തൊക്കെ യുനോ വെൻ യു ഹാവ് ദിസ് കോസ്റ്റ്യൂം, എനിക്കിത് ഈ തലയിൽ സംഭവം ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വഞ്ചി വന്താൾ മലൈക്കുറ വഞ്ചി വന്താൾ വഞ്ചി വന്താൾ തിരുകൂണ രഞ്ജിത മോഹിനി മുന്നേ വഞ്ചി വന്താൾ തിരുകൂട രഞ്ജിത മോഹിനി മുന്നേ മിഞ്ചിയ വിരക നോയ്ക്ക് സഞ്ജീവി മരുന്ന് പോലെ ആ മിഞ്ചിയ വിരക നോയ്ക്ക് സഞ്ജീവി മരുന്ന് പോലെ തന്നന്ന നാനന്ന താനന്ന നാന താനന്ന നാനന്ന താനന്ന നാന താനന്ന നാനന്ന താനന്ന നാന താനന്ന നാനന്ന നാനന്ന നാന. നല്ല പുണ്ണാക്ക വരാറ്. സൂപ്പർ സൂപ്പർ ആയിരുന്നു. സോ സച്ച് എ ബ്യൂട്ടിഫുൾ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. പിന്നെ മോളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കാണുന്ന ആ വളയും ഒക്കെ കണ്ട് യുനോ അവൾ ശരിക്കും അതിൽ ഇൻവോൾവ് ആവുമായിരുന്നു. ഗോഡ് ബ്ലെസ് യു മോളെ. വെയിറ്റ് ഇല്ല കേട്ടോ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് അണ്ണൻ ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചതാണ്. അവള് എന്റെ ഗുളുമോളല്ലേ, അവക്ക് എന്തോ വെയിറ്റ് ആയത്. ആ പടം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-15 കിലോ ആണ്. ഗുളുമോളെ, മോള് നന്നായിട്ട് പാടിക്കും. താങ്ക് യു. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ എക്സ്പ്രഷനും ബാക്കി മോളെ കൊണ്ട് പറ്റുന്ന പോലെ വാക്കുകളൊക്കെ എന്ത് പറയാണ്? കരിവിള, കരിവള, തെരുവിള, പിരിവള, മണിവിള, കുപ്പിവള. പിരി എന്നുള്ളതിന് പിഴിയുന്ന വന്ന കുഴപ്പമില്ല, അതൊന്നും സാരമില്ല. എന്നാലും എത്ര രസമായിട്ടാ മോൾ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ എവിടുന്ന് പഠിച്ചത്? ഷഫീഖ് സാർ പഠിച്ചു തന്നു. ഷഫീഖ് സാർ പഠിപ്പിച്ചു തന്ന നന്നായിരുന്നു കേട്ടോ മോളെ. കാരണം മോളുടെ ഡാൻസും മോളൊരു ഭയങ്കര ഗ്രേസ് ആണ്. മോള് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. ആ നല്ല ഭംഗിയാണ്. അതിങ്ങനെ ഏതാണ്ട് പോയി. അയ്യോ, ഒരു ഗുണ്ടുമണിയാണ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. നന്നായിട്ട് പാടി. താങ്ക് യു. വേറെ വലിയ മിസ്റ്റേക്കുകളൊന്നും ഇല്ല. നല്ല പവർഫുൾ ആയിരുന്നു. താളത്തിലൊക്കെ നല്ല നല്ല ഗ്രിപ്പായിരുന്നു. അല്ല ഇങ്ങനല്ലേ പാടിയേ? ഇങ്ങനെ തരിവേള, കുപ്പിവേള, ഇത് വേള അങ്ങനെ കിടുക്കി. എന്താണ് മര്യാദയ്ക്ക് മേടിച്ചോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലറഞ്ചി കാച്ചി മുക്കി തകർത്തു. താങ്ക് യു. രസഗുല്ലാണ്. വള കൊടുത്തതിന്റെ സ്നേഹത്തിലാണ്. അതൊന്നുമില്ല, എനിക്ക് വള വേണ്ട. അത് നോൺ വെജിറ്റേറിയൻ വളയാണ്, എടുത്തോ. വേണ്ട, അത് കഴുത്തിലിട്ടോളൂ. അനു ഒരു കാര്യം ചെയ്യും, എന്റെ മോക്ക് കൊടുത്തോളൂ. അതെ, വാടാ വാ ഒന്ന് വാങ്ങിച്ചോ. എനിക്ക് ചേച്ചി തരും. മാമനൊരു സ്നേഹമില്ലാത്ത. അങ്ങനെ പോരാ, കയ്യിലിട്ട് കൊടുക്കണം. എനിക്കും കൊള്ളില്ല. ചക്കരെ ചക്കരനായിട്ട് പാടിയ ഒരു വിളക്ക് കത്തിച്ച് വിൽക്കൂലേ, അതുപോലെയാണ് ഗുളുമോളെ കാണാൻ. ഏത് വേഷമിട്ട് വന്നാലും, നമ്മുടെ എന്താണ് നാടൻ വേഷമിട്ട് വന്നാലും, യോയോ വേഷമിട്ട് വന്നാലും എല്ലാം ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭംഗിയാണ്. ഒരു തേജസ് അവിടെ ഇങ്ങനെ എന്താണ് പരത്തിയിട്ട്. ആ തേജസ് അല്ല, നമ്മുടെ തേജസ് അല്ല, തേക്കുട്ടനല്ല, ഒരു ഐശ്വര്യം എന്നാ പറഞ്ഞത്. തേജസ് വന്നു, ഒരു ഐശ്വര്യം അവിടെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചക്കര എന്ത് നന്നായിട്ടാ പാടിയത്. കിട്ടി കിട്ടി കിട്ടി, ഞാൻ കിട്ടി, ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിപ്പോയി. ശരി, എന്തായാലും ഉമ്മ എനിക്ക് കിട്ടി. നീലത്തൂവലാണ് കേട്ടോ, അല്ലെ വയലറ്റ് തൂവല്. ഏത് പക്ഷിയുടെ? ഇത് ഏത് കോഴിയുടെയാണോ എന്തോ? കോഴിക്കുഞ്ഞ്. ചേട്ടാ ഇന്ന് ഉൾട്ടാ പുൾട്ടാ പോവാ. ആണോ ഗ്രേഡ് പറയും. ഗ്രേഡ് മോള് തന്നെ പറയും. എന്താ പറയട്ടെ? മൈ ഗ്രേഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് പറയണം. എന്താണ് മൈ ഗ്രേഡ് ഈസ്? എന്താണ്? ഇത് വായിച്ചോ.
എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഇതെന്താ അടിച്ചല്ലോ. ഗുളു ഏതാണ് പറഞ്ഞോ? എക്സ്ട്രീം. ഇത്ര എക്സ്ട്രീം പതുക്കെയാണ് പറയണേ. ആ ഒച്ചല് പറ. Yes, extreme today. ലോനപ്പാ അടിയൊരു പൂക്കുട്ടി. അടിയൊരു ഗുളുപ്പൂക്കുട്ടി. Congratulations, the Gulumol is awarded A Extreme. നമുക്ക് സഹിക്കാൻ പറ്റും. ഇറങ്ങി ഓടാനും പറ്റുന്നില്ല, അവിടെ ഇരിക്കുകയും വേണം. ഭയങ്കര ഇക്ലായിരുന്നു. ഒയ്യോ, എനിക്ക് ഭയങ്കര ഭയങ്കര ഇക്ലായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ തോന്നില്ല. അവിടെ സന്തോഷായോ? ആ സന്തോഷായോ? ആ ഇട്ടേക്കട്ടെ. പിന്നെ ഇട്ടേ. എല്ലാരെയും പറ്റി ചേച്ചാ. അയത്തോടുത്ത് കാല് പോയതല്ല. കുട്ടിക്കുറുമ്പുകളുടെ പാട്ട് കേൾക്കണ പോലെ തന്നെ നമ്മുടെ ജഡ്ജസിന്റെ പാട്ട് കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് നമ്മുടെ വിധുമാമനെ വെൽക്കം ചെയ്യാം. വെൽക്കം വിധുമാമൻ ഓൺ സ്റ്റേജ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കു മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നുവോ എൻ മിഴികൾ നിറയും നൊമ്പരം, ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, മറുവാക്കു മിണ്ടാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നുവോ നിൻമിഴികൾ നിറയും നൊമ്പരം, ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. കണ്ടു തമ്മിൽ ഒന്നു കണ്ടു, തീരാമോഹങ്ങൾ തേടി നാം, മെല്ലെ സ്വപ്നം പൂവണിഞ്ഞു, മായാവർണ്ണങ്ങൾ ചൂടി നാം, ആവർണമായി
വാർമഴവില്ലു മായുന്നുവോ മത്സഖി ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല്ലേ കാറും കോളും മായുമെന്നോ കാണാ തീരങ്ങൾ കാണുമോ വേനൽ പൂവേ നിന്റെ നെഞ്ചിൽ വേളി പൂക്കാലം പാടുമോ നീയില്ല എങ്കിലും ജന്മമില്ലെന്തിനായി എൻ ജീവനെ ചൊല്ലു നീ എന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല്ലേ സഖിയെ നീ കാണുന്നുവോ എൻ മിഴികൾ നിറയും നൊമ്പരം ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നുമോർക്കുന്നുവോ എന്നുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ജഡ്ജസ്, അപ്പൊ നമ്മുടെ ശാന്തി കൃഷ്ണ ആന്റിക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് നമ്മുടെ കുറെ കുഞ്ഞുങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് ഒരു പാട്ട് പാടി തരാൻ പോവാണ്. അപ്പൊ എല്ലാരെയും വിളിച്ചോട്ടെ. വെൽക്കം ഓൾ. ഋതുഭേദകൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണക്കുളു പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലൈ കവിതേ പൂവായി നീ വിരിഞ്ഞു. ഋതുഭേദകൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. കാർമുകിലോ
കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ കടലിനഗാധമാം നീലിമയിൽ കടലിനഗാധമാം നീലിമയിൽ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ കണ്ണീർ കയത്തിനക്കരയോരത്ത് ദൂരേക്കു ദൂരെ അമ്പിളി കൊമ്പത്ത് പൊന്തൂവൽ ചേലുണരാൻ പൊന്തൂവൽ ചേലുണരാൻ കൂടെ പൊരുന്നു മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ. എങ്ങനെയുണ്ടായിരുന്നു ശാന്തി നമ്മുടെ കുട്ടികൾ പാടിയത്? ഐ എം സ്പീച്ച്ലെസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ സിംഗിങ് ഷോ ഐ എം സീയിങ് ഇൻ ലൈഫ്. ആൻഡ് ഇവരൊക്കെ ഇങ്ങനത്തെ പാട്ടുകളും കൂടെ കേൾക്കുമ്പോൾ ഐ ഫീൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ പടങ്ങളിലും ഇതുപോലത്തെ നല്ല ഇത്രയും ബ്യൂട്ടിഫുൾ സോങ്സ് ആണല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴേ നമ്മളത് നോസ്റ്റാലജിക് ഫീലിംഗ് പോകുന്നത്. മിണ്ടാത്തത് എന്തേ പിന്നെ ശ്രീകുട്ടൻ പാടിയതാണ്. ബ്രില്യൻറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആ ഫീലും. മിണ്ടാത്തത് എന്തേ ഇവൻ പാടുമ്പോൾ ഇവൻ എന്നെ നോക്കിയിട്ടാണ് മിണ്ടാത്തത്. ഐ ലൈക്ക് ദാറ്റ്. നല്ല രസമുണ്ടായിരുന്നു. മോളും എല്ലാവരും നന്നായിട്ട് പാടി. താങ്ക് യു സോ 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 മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഗൈസ്. താങ്ക് യു. സൂപ്പർ സൂപ്പർ. MG യങ്ങിലെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? രണ്ടുപേരുണ്ട്. നമ്മുടെ ഗുളുമോള് കൃഷ്ണതിയെയും പിന്നെ നമ്മുടെ കൗശിക്കും. വെൽക്കം ദിയ കുട്ടി ആൻഡ് കൗശിക് ഓൺ സ്റ്റേജ്. ക്യൂട്ടിയുടെ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം. മൊമെന്റ് ഓഫ് ദ ഡേ MG യങ്ങളും MJ യങ്ങളും ചേർന്ന് വെച്ചെടുക്കുന്നു.